ഹായ് ഫ്രണ്ട്സ്, ഹോം റെമഡീസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബ്രൈഡൽ സ്കിൻ കെയറിലെ 4ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫേസിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടുന്ന നമ്മുടെ ബോഡിയിലെ ഒരു പാർട്ടാണ് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്റിമേറ്റ് വാഷിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്റിമേറ്റ് വാഷ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റിമേറ്റ് ഏരിയയിലെ ഹെയർ റിമൂവർ ക്രീമിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ക്രീം വന്നിട്ട് ഇന്റിമേറ്റ് എവർടീന്റെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എവർടീന്റെ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീമിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്കിപ്പോ ഷേവിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് മാറ്റാനും അതുപോലെ തന്നെ കുറച്ചൊന്ന് ഡ്രൈനെസ് ഉണ്ടാവും, അത് മാറ്റാനും ഒക്കെ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം. ഏത് അതായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷമേ ബോഡിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കയ്യിലോ എവിടെയെങ്കിലും ആദ്യം ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വരെ യൂസ് ചെയ്യാമെന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് ഇത് പാരബൻ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നമ്മൾ ഷേവിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് ഈ ക്രീം യൂസ് ചെയ്താൽ മാറ്റാം. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഷേവിങ്ങിനേക്കാളും ഒക്കെ എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ ഇന്റിമേറ്റ് ഹെയർ റിമൂവർ ആയിട്ടുള്ള ഈ ക്രീം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ കണ്ടില്ലേ, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് എവർടീന്റെ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ആണ്. ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, നമുക്ക് ആ ട്യൂബ് ഓപ്പൺ ചെയ്യാം. അപ്പൊ കണ്ടില്ലേ, ഞാൻ ഏകദേശം ഇത് യൂസ് ചെയ്ത് കഴിയാനായി. കണ്ടോ, ഏകദേശം ഇത്ര തന്നെ കാലിയായിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇതിനോടൊപ്പം നമുക്ക് ഒരു സ്പാച്ചുലയും അതുപോലെ തന്നെ ഒരു വെറ്റ് വൈപ്സ് അല്ല, ഒരു വൈപ്സ് ആണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ നമ്മളെ സാധാരണ വെറ്റ് വൈപ്സിന്റെ പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഹെയർ റിമൂവ് ആക്കി കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ആദ്യം ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് വന്നിട്ട് സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇത് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ല, എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ പാരബൻ ഫ്രീ ആണ്, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇത് പോകില്ല. 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വേണം, എങ്കിൽ മാത്രമേ ഹെയർ റിമൂവ് ആവൂ. പക്ഷെ അവര് പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റ് ആണ്. പക്ഷെ 5 മിനിറ്റിൽ പോവില്ല, 5 മിനിറ്റിൽ പോവില്ല, 15 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യണം. പിന്നെന്താണ് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കാര്യങ്ങളും എല്ലാം അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോരാക്കുറവ് ഇതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാവും. അപ്പൊ എന്റെ അടുത്ത് ഇല്ല കേട്ടോ, ഞാൻ ഒത്തിരി നാളായില്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അത് എവിടെ പോയി എന്ന് തന്നെ കാണാനില്ല. പിന്നെ ഇതിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതൊരു നല്ലൊരു ക്രീം കൺസിസ്റ്റൻസി ആണ്. കണ്ടോ, നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ നമ്മൾ ക്രീം എടുത്ത് നിങ്ങൾക്ക് ഇത് അണ്ടർആംസിലും അതുപോലെ തന്നെ ബിക്കിനി ലൈനിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾ ക്രീം എടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ അണ്ടർആംസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ അണ്ടർആംസിലാണെങ്കിൽ ഈ സ്പാച്ചിൽ കൊണ്ട് ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഹെയർ റിമൂവ് ആയി കിട്ടും. അതല്ല നിങ്ങൾ ബിക്കിനി ലൈനിലാണെങ്കിൽ ജസ്റ്റ് ഇത് വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ ഒരു വൈപ്സിന്റെ അത്ര വലിപ്പമുള്ള ഒരു കർച്ചീഫിന്റെ അത്ര വലിപ്പമുള്ള ഒരു ഇതായി മാറും. അപ്പൊ ജസ്റ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ 2 പീസേ കിട്ടുള്ളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം ഇതിന്റെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കുട്ടികളുടെ വെറ്റ് വൈപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാം, ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് അതും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയുമ്പോൾ തന്നെ ആ ഹെയർ റിമൂവ് ആവും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മാത്രമേ ഹെയർ റിമൂവ് ആവുള്ളൂ. 5 മിനിറ്റ് വെച്ചിരുന്നാൽ പോവില്ല. ഒരു 5 മിനിറ്റ് ആണ് പറയുന്നതെങ്കിലും 5 മിനിറ്റിൽ പോവില്ല കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ.
അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ. ഷേവിങ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതൊരു ക്രീമാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ MRP വന്നിട്ട് 149 രൂപയാണ്. അതുപോലെ തന്നെ 50 ഗ്രാം പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം ഒരു 4-5 പ്രാവശ്യത്തിന് മേലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് അണ്ടർ ആംസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അണ്ടർ ആംസിലും നിങ്ങൾ ഈ ഷേവിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് മാറും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്നുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടല്ലോ, അതാണെങ്കിൽ അത് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല പാരബൻ ഫ്രീ ആണ്. സെൻസിറ്റീവ് സ്കിന്നിനും വളരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഏത് സ്കിന്നായാലും ആദ്യം ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഒത്തിരി നാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ചെയ്തൊരു വീഡിയോയാണ്. മാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിന്റെ എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.